നമസ്കാരം. മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ച ബംഗളൂരുവിലെ വാഹനാപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തെളിയുന്നത് വിദ്യാർത്ഥികളുടെ അമിത വേഗത മൂലമുണ്ടായ അപകടമെന്ന്. പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ബൈക്കിലും ലോറിയിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ച സംഭവത്തിൽ കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം 180 മുതൽ 160 കിലോമീറ്റർ വേഗത്തിലാണ് കാർ സഞ്ചരിച്ചതെന്നാണ് കണ്ടെത്തൽ. കാറിൽ യാത്ര ചെയ്ത 6 വിദ്യാർത്ഥികളും ബൈക്ക് യാത്രക്കാരനുമാണ് അപകടത്തിൽ മരിച്ചത്. അമിത വേഗത്തിലെത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന SUV നിയന്ത്രണം വിട്ട് ബൈക്കിലിടിക്കുകയും തുടർന്ന് മുന്നിൽ പോവുകയായിരുന്ന ട്രക്കിലിടിക്കുകയുമായിരുന്നു. മരിച്ചവരിൽ 5 പേർ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ്. SUVയിലുണ്ടായിരുന്ന 16-കാരൻ അഹ്റാൻ ഷെരീഫ്, 17-കാരൻ അശ്വിൻ നായർ, 17 വയസ്സുള്ള ഈദൻ ജോർജ്, 17 വയസ്സുള്ള അയൻ അലി, 17 വയസ്സുള്ള ഭരത്, 18 വയസ്സുള്ള മുഹമ്മദ് ഫർഹാൻ ഷെയ്ഖ് എന്നിവരും ബൈക്ക് യാത്രികനായ 26 വയസ്സുള്ള ഗഗൻ എന്ന വ്യക്തിയുമാണ് അപകടത്തിൽ മരണപ്പെട്ടത്. SUV ഓടിച്ചിരുന്നത് അയാനായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. വാഹനം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നിരുന്നുവെന്നും ഉള്ളിലുണ്ടായിരുന്ന 6 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോടും വെളിപ്പെടുത്തി. ഡോബ്സ്പേട്ട ഹോസ്കോട്ടെ സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിൽ പുലർച്ചെ 4:15-നും 4:30-നും ഇടയിലാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. ഹോസ്കോട്ടിൽ നിന്ന് ദേവനഹള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു വിദ്യാർത്ഥികൾ. നിയന്ത്രണം വിട്ട കാർ ആദ്യം ഗഗൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഗഗൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തുടർന്ന് മുന്നിൽ പോവുകയായിരുന്ന ട്രക്കിൽ കാർ ഇടിച്ചു. ആക്സിൽ വേർപെട്ട ട്രക്ക് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലേക്ക് മറഞ്ഞു. ട്രക്ക് ഡ്രൈവർ ബാലസുബ്രഹ്മണ്യത്തിനും നിസാര പരിക്കേറ്റു. ട്രക്കിൽ ഇടിച്ച ശേഷം റോഡിലെ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറിയ SUV 150 മീറ്ററോളം ദൂരം അതിൽ ഉരസിയാണ് നിന്നത്. അപകടത്തിൽ ട്രക്ക് ഡ്രൈവർ ബാലസുബ്രഹ്മണ്യത്തിനും പരിക്കേറ്റിരുന്നു. പൂർണ്ണമായും തകർന്ന SUVയിൽ നിന്നാണ് മരിച്ച 6 യാത്രക്കാരെയും പുറത്തെടുത്തത്. കൂട്ടിയിടി നടന്ന ഏകദേശം 15 മിനിറ്റുകൾക്ക് ശേഷം ബംഗളൂരു വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന ഒരു ബ്രേസ കാർ റോഡിൽ തെറിച്ച് വീണ് കിടന്ന ട്രക്കിന്റെ ആക്സിലും വീൽ ഹൗസിംഗിലും ഇടിച്ചു. കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും അതിലുണ്ടായിരുന്ന 2 യാത്രക്കാർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തു. ബ്രേസ ഓടിച്ചിരുന്ന നരേഷ് എന്ന വ്യക്തിയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ഹോസ്കോട്ടിൽ നിന്ന് ദേവനഹള്ളിയിലേക്ക് പോവുകയായിരുന്നു 6 വിദ്യാർത്ഥികളുമെന്നും പോലീസ് പറഞ്ഞു. ഏകദേശം 150 മുതൽ 160 കിലോമീറ്റർ വേഗത്തിലായിരുന്നു അയാൻ വാഹനം ഓടിച്ചിരുന്നതെന്നും പോലീസ് വെളിപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ പുലർച്ചെയുള്ള അമിത വേഗത്തിലുള്ള ഉല്ലാസയാത്രയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അമിത വേഗത്തിലുള്ള ഡ്രൈവിംഗ് ആണ് അപകടത്തിന്റെ പ്രധാന കാരണമെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. അയ്യാൻ അലിയുടെ പിതാവിന്റെ കാറിലാണ് സംഘം യാത്ര പോയത്. പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ ഇവർ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ കൂടിയാണ്. മൃതദേഹങ്ങൾ ഹോസ്കോട്ടെ MVJ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം AIKMCC, ബാംഗ്ലൂർ കേരള സമാജം, ദൂരവാണി നഗർ പ്രവർത്തകരുടെ സഹായത്തോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡിലെ നിശ്ചിത വേഗപരിധി മണിക്കൂറിൽ 100 കിലോമീറ്ററാണ്. ഹൈവേയിലുടനീളം CCTV ക്യാമറകളും സ്പീഡ് റഡാറുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകടത്തിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഉടനടി ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. SUV പിന്നിലിടിച്ച ട്രക്കിന്റെ ഡ്രൈവർ ബാലസുബ്രഹ്മണ്യം പറയുന്നത് ആഘാതം പെട്ടെന്നുള്ളതും അതീവ ഗുരുതരമായിരുന്നുവെന്നുമാണ്. റോഡ് വളരെ ശാന്തമായിരുന്നു. ഞാൻ എൻ്റെ വരിയിലൂടെ കൃത്യമായി പോവുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് വണ്ടി ഇടിച്ചതും നിമിഷങ്ങൾക്കകം ട്രക്ക് മറിഞ്ഞതും. അപ്പോൾ തന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ ട്രക്കിനുള്ളിൽ നിന്നും പുറത്തെ കാഴ്ചകൾ കണ്ട് വല്ലാതെ സ്തബ്ധനായിപ്പോയി. ട്രക്കിന്റെ ആക്സിലും ഹൗസിംഗും പൂർണ്ണമായി തകർന്ന് വേർപെട്ടു പോകാൻ തക്ക ശക്തമായ ഇടിയായിരുന്നു അത്. ഞാൻ കാണുന്ന കാഴ്ചകൾ എനിക്ക് വിശ്വസിക്കാനായില്ലെന്നും ആശുപത്രി കിടക്കയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. അപകടത്തെ തുടർന്ന് SPRൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിനുകൾ ഉപയോഗിച്ചാണ് തകർന്ന വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയിരുന്നത്.